ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് കുറേ ആയി ഗൈസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ചെറിയ ട്രിപ്പ് പോയതായിരുന്നു. ട്രിപ്പ് പോയിട്ട് കുറച്ചായി, വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഗൈസ് ഞങ്ങളെ കുറേ കാട്ടിക്കൂട്ടിലും കോപ്രായൊക്കെ കാണുന്നത്. പിന്നെ ഗൈസ് മഞ്ഞാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഫോണ് നല്ല ഡെവലപ്മെൻറ്റ് ഫോണായതുകൊണ്ട് ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ കുറച്ച് കാട്ടിക്കൂട്ടിലൊക്കെയാണ് ഗൈസ് അവിടെ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ചുരമാണ് ഗൈസ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ചുരം ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഈ കോഡിങ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇത് ഗൈസ് ഞങ്ങൾ കയറുമ്പോൾ തോന്നുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി ടവറാണ് ഗൈസ്, കാരണം ഫോണൊക്കെ നിലത്ത് വീണ് ആകെ സീനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഓരോ മഞ്ഞും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഗൈസ് ആയി നിൽക്കുന്ന അനിയത്തിയാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പൊളിയായതുകൊണ്ട് ഗൈസ് പിന്നെ ഇങ്ങനെ കോഡിങ് കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആലോചിച്ചത്, എന്തുകൊണ്ട് ഗൈസ് നമുക്ക് എവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തുകൂടാന്നൊക്കെ നമ്മൾ ചോദിച്ച്. പക്ഷേ ഗൈസ് ചുരമാണ്, വണ്ടി ഗൈസ് അവിടെ ഒരു പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് ഞങ്ങൾ കിടന്ന് കരഞ്ഞു ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങളിങ്ങനെ ഓരോ കാട്ടിക്കൂട്ടിലും കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ എങ്ങോട്ടൊക്കെയോ ഞാൻ പോയി ഗൈസ്. അവിടെ എന്തോ ഒരു സാധനം ഞങ്ങൾ കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് നോക്കി, പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗൈസ് ഞാൻ ഡിപ്രഷൻ മൈൻഡാണ്. പിന്നെ അതിന് ശേഷം ഗൈസ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തി ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ പകുതി മുക്കാൽ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം ഏതാണ്. അപ്പോൾ ഗൈസ് ഒരു ഭക്തി ട്രിപ്പാണ് ഗൈസ്. ഭക്തി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു ഭക്തി തന്നെ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ പോയി ഇപ്പോൾ ഗൈസ് എനിക്ക് ഏകദേശം കത്തിയിട്ടുണ്ടാവും ഗൈസ്. ഈ ക്യൂ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേരിക്കും കത്തിയിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതെ ഗൈസ്, നമ്മൾ കൊട്ടിക്കുരിക്കാണ് ഗൈസ് ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തിമയമായതുകൊണ്ട് തന്നെ ഗൈസ് വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഗൈസ് അതിന് ശേഷം ഗൈസ് ഒരു 2, 3, 4 മണിക്കൂറത്തോളം ഗൈസ് നമ്മൾ ക്യൂവിൽ പെട്ടു. പിന്നെ അങ്ങനെ നടക്കണം എന്നൊക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ കൊട്ടിയൂരിൽ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഇറങ്ങി ഗൈസ്, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഗൈസ് നമ്മൾ കയറുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ എത്രത്തോളം ഞങ്ങൾ 5-6 മണിക്കൂറത്തോളം ഗൈസ് ഈ ക്യൂ നിന്നിട്ട് ഗൈസ് അമ്പലത്തിനുള്ളിൽ കയറൊരു അവസ്ഥ ഉണ്ടല്ലോ. ഗൈസ് ഇവിടെ കണ്ടോ കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കാലിൻ്റെ ഒരു അടിഭാഗം മാത്രം വെള്ളം. പിന്നെ ഗൈസ് ഇത്രയും ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ആ ക്യൂ നിന്നേ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ ഓരോന്ന് വെള്ളത്തിലും മുഖത്തൊക്കെ കാട്ടി ഞങ്ങളങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സംഭവം രസമാണ് ഗൈസ്, നല്ലൊരു വൈബാണ് ഗൈസ്. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഗൈസ്. ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതും കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ ഗൈസ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ മുത്തപ്പനെ കൊണ്ടൊന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഗൈസ് മുത്തപ്പനെ കാണാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ ഗൈസ് മുത്തപ്പൻ്റെ അടുത്ത് പോയപ്പോൾ ഗൈസ് ഒരു പോസിറ്റീവ് വൈബ് കിട്ടി, കാരണം അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഗൈസ് അതും ഞങ്ങൾ അവിടെ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.